അനുഗ്രഹീതരായ എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, നോമ്പിൻ്റെ ഈ 15-ാം ദിവസത്തിൽ നാം ഒരു വഴിത്തിരിവിലേക്കാണ് നിൽക്കുന്നത്. തിരുപ്പിറവിയിലേക്ക് നാം പകുതി വഴിയോളം കടന്നു വന്നു നിൽക്കുകയാണ്. ഈ സമയത്ത് ദൈവം നമ്മോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. ചോദ്യം ഇതാണ്: നിന്റെ ഹൃദയം എവിടെയാണ്? ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു: നിന്റെ ഹൃദയം എവിടെയാണ്? നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കുമെന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത്. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ആമേൻ. ഈ നോൻപിൻ്റെ കാലങ്ങളിൽ തിരുപ്പിറവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന, തിരുപ്പിറവിക്കായി നോമ്പ് നോറ്റ് ഒരുങ്ങിയിരിക്കുന്ന നാം എവിടെയാണ് നമ്മുടെ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കേണ്ടത്? നോമ്പ് എന്നത് ഉള്ളിലെ ദൈവസന്നിധി തിരിച്ചറിയുന്ന ഒരു യാത്രക്കാലമാണ്. നോമ്പ് വെറും ശീലങ്ങൾ മാറ്റുവാനുള്ള ഒരു കാലം അല്ല. അത് നമ്മുടെ ഹൃദയം ഒന്ന് തിരിച്ചു നോക്കുവാനുള്ള കാലമാണ്. അപ്പോൾ നാം ചിന്തിച്ചേക്കാം, എങ്ങനെയാണ് ഹൃദയത്തെ തിരിച്ചു നോക്കുന്നത്? ഒരു നാണയത്തുട്ടിൻ്റെ 2 വശങ്ങൾ പോലെയാണ് ഹൃദയത്തിൻ്റെ മറ്റൊരു വശവും. ആ വശം എന്താണെന്നും അവിടെ എന്താണുള്ളതെന്നും നാം തിരിച്ചറിയേണ്ടുന്ന കാലമാണ് ഈ നോമ്പ് കാലം. അത് നമ്മുടെ ആത്മീക ശുദ്ധീകരണത്തെ, നമ്മുടെ ആത്മീയ യാത്രയെ, ആ യാത്രയുടെ എവിടെ വരെ നാം എത്തി നിൽക്കുന്നു എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു യാത്രക്കാലം കൂടിയാണ് ഈ നോമ്പ് കാലം. പലപ്പോഴും നാം ദൈവത്തെ പുറത്ത് അന്വേഷിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കൊക്കെ ഇന്നുണ്ടായിട്ടുള്ളത്. പക്ഷെ ദൈവം പറയുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. അതാണ് വിശുദ്ധ ലൂക്കോസ് 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ഈ കഴിഞ്ഞ 15 ദിവസങ്ങൾ ദൈവം നിന്റെ ഉള്ളിൽ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നോമ്പ് നീളുമ്പോൾ ഒരുപക്ഷെ ചിലർക്ക് ക്ഷീണം തോന്നിയേക്കാം. പ്രാർത്ഥനയുടെ അനുഭവം കുറഞ്ഞതുപോലെ തോന്നിയേക്കാം, വരണ്ടതുപോലെ അനുഭവപ്പെട്ടേക്കാം, ജീവിതഭാരം കൂടുതൽ തോന്നിയേക്കാം. പക്ഷെ ദൈവം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിന്റെ ക്ഷീണം ദൈവത്തിന് കാണാൻ കഴിയാത്തതല്ല. ഇന്ന് ഈ 15-ാം ദിവസത്തിൽ അവൻ നിന്റെ ആത്മാവിനെ പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു. തിരുപ്പിറവി എന്നത് ദൈവം നമ്മെ കൈവിടാത്ത വലിയ ഒരു സാക്ഷ്യമാണ്. തിരുപ്പിറവി എന്നത് ഒരു ചരിത്ര സംഭവം മാത്രമല്ല. ഇതാ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന വലിയ ഒരു പ്രഖ്യാപനമാണ്. അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ൽ പറയുന്നത്. ഇതാ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന വലിയ ഒരു പ്രഖ്യാപനം. ദൈവം പറയുന്നു, നിന്റെ ഇരുട്ടിൽ ഞാൻ വെളിച്ചമാണ്, നിന്റെ ഒറ്റപ്പെടലിൽ ഞാൻ നിനക്ക് സമീപസ്ഥനാണ്. നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം ബലം പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നില്ല. ഇതാ ഞാൻ വാതിലിനരികെ നിന്ന് മുട്ടുന്നു. നോമ്പിന്റെ ഈ 15-ാം ദിവസത്തിൽ ദൈവം ഇപ്പോഴും നിന്റെ ഹൃദയവാതിലിന് മുൻപിൽ നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. എന്റെയും നിന്റെയുടെയും ഹൃദയത്തിന്റെ വാതിൽ തുറക്കുവാൻ. ആ വാതിൽ തുറക്കണമോ എന്നത് എന്റെയും നിങ്ങളുടെയും തീരുമാനമാണ്.
ചെറിയ തീരുമാനങ്ങൾ ഒരുപക്ഷെ വലിയ ആത്മീകവും ഭൗതികവുമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാം. ഇന്ന് ഈ ഒരു 5 മിനിറ്റത്തെ പ്രാർത്ഥന, അല്പനേരത്തെ വചനം കേൾക്കുവാൻ സാധിക്കുക. ഇന്ന് ഒരു നല്ല വാക്ക്, ഇന്നൊരു ക്ഷമ, ഇന്ന് ഒരു നന്ദി, ഇവിടെയൊക്കെയാണ് തിരുപ്പിറവിയുടെ സത്യമായ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തനെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന ഹൃദയം എന്നുള്ളത് ദൈവം തിരയുന്നത് പരിപൂർണമായ ഒരു മനുഷ്യനെയല്ല, ഒരു വ്യക്തിയെ അല്ല. തുറന്ന ഹൃദയമാണ്, വിനയപ്പെട്ട ആത്മാവാണ് അവൻ അന്വേഷിക്കുന്നത്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന്. ഈ നോമ്പിന്റെ 15-ാം ദിവസം നിനക്ക് പറയുവാൻ കഴിയുമോ, കർത്താവേ ഞാൻ പൂർണ്ണനല്ല, പക്ഷേ ഞാൻ നിനക്കുള്ളവനാണ് എന്ന്. കരുണാമയനായ കർത്താവേ, നോമ്പിന്റെ ഈ 15-ാം ദിവസം എൻ്റെ ഹൃദയത്തെ ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ക്ഷീണം അകറ്റണമേ, എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ, എൻ്റെ കടഭാരങ്ങൾക്ക് തമ്പുരാനെ ഒരു മാറ്റമുണ്ടാകണമേ. എൻ്റെ ഭാവി ജീവിതം തമ്പുരാനെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം, ഇവയ്ക്കൊക്കെ ഒരു മാറ്റമുണ്ടാക്കി തരുമാറാകണമേ. തമ്പുരാനെ, എല്ലാം തൃപാദത്തെങ്കിൽ അടിയങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ വിശ്വാസത്തെ തമ്പുരാനെ നീ ഒന്ന് പുതുക്കണമേ. സർവ്വതും തമ്പുരാനെ തൃപാദത്തെങ്കിൽ അടിയങ്ങൾ സമർപ്പിക്കുന്നു.